മേക്കപ്പിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ആർട്ടും നമ്മൾ കോമൺ ആയിട്ടൊരു കാര്യം പറയും. അതായത് ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതേ ശില്പം അതുപോലെ ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണല്ലോ ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു അച്ചിൽ നിന്ന് നമുക്ക് എടുക്കാം, 100 എണ്ണം വേണമെങ്കിൽ എടുക്കാം, 20 എണ്ണം വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരു മാനുവലായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പം അതുപോലെ വീണ്ടും പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിനിമയ്ക്കകത്ത് അത് ഏറ്റവും വേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഇന്ന് നമ്മളൊരു വൂണ്ടോ അല്ലെങ്കിൽ അത്തരം ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അത് ഷൂട്ട് ചെയ്ത് തീരില്ല. നെക്സ്റ്റ് ഡേ അതേ കണ്ടിന്യൂറ്റി നമ്മൾ പിടിക്കണം. അപ്പോൾ ആ വൂണ്ടിട്ട അതേ വൂണ്ടിന്റെ ഡെപ്ത് അത് തന്നെയായിരിക്കണം. അപ്പം നമ്മളത് ആദ്യം ഇടുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് വേണം. നാളെ ഞാനിത് ഇടേണ്ടതാണെന്നും നാളെ അതൊരിക്കലും സിനിമയെ ബാധിക്കരുത് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ആ ജോലിനെ അത്രമാത്രം മൈന്യൂട്ടായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതാണ് ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ചലഞ്ച്. പ്രൊഡക്റ്റ് അപ്പോഴും ഇവർക്ക് തൃപ്തിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം, അങ്ങനെയില്ല. ബ്രാൻഡ് സിനിമയ്ക്കകത്ത് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളായിരിക്കും എല്ലാവരും ഉപയോഗിക്കുക, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കൺസേൺ ഇല്ല അവർക്ക്. ലൂസിഫറില് നമ്മുടെ മേക്ക് ഓവർ സമയത്ത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, നിങ്ങളിത് ആദ്യമേ തന്നെ നമ്മുടെ PKRന്റെ ലുക്ക്, സച്ചിൻ കടേക്കറിന്റെ അല്ലെങ്കിൽ PKRന്റെ ലുക്ക് അതേപോലെ ജിതിൻ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ലുക്ക് ആഫ്റ്റർ ലുക്കാണ്, അദ്ദേഹത്തിന്റെ ലുക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ടൊവിയുടെ ലുക്ക് അതിലേക്ക് വരണം എന്നുള്ള രീതിയിലൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ക്ലീൻ ഷേവ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മേക്ക് ഓവർ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഞാനത് ആ ഒരു മാറ്റർ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ഒരു സീനിലൊരു താടി ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതേ പ്രോസസ്സ് തന്നെ എമ്പുരാനിലും ഉണ്ടായിരുന്നു. എമ്പുരാനിൽ അദ്ദേഹത്തിന്റെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു 2 ദിവസത്തെ ഗ്രോത്ത് വേണമായിരുന്നു. അപ്പം അത് നമ്മൾ ഇതേ പ്രോസസ്സിൽ നമ്മൾ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ആ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ എപ്പോഴും താടി ആണ് സിനിമകളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ഫേസിലുള്ള താടി റീക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള താടി ഒട്ടിക്കുമ്പോഴാണ് പലപ്പോഴും എടുത്തു നിൽക്കുകയും നമ്മുടെ കൺട്രോളിൽ ആവാതെ പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ഈ സിനിമയിൽ ജിതിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ടൊവിയുടെ കാര്യത്തിൽ അതുണ്ടായിരുന്നു. അതുപോലെ അഭിമന്യു സിംഗിന്റെ പുള്ളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സിനിമ തുടങ്ങുന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക് പ്രോസസ്സിലുണ്ടായിരുന്നു. സുരാജേട്ടൻ ഇപ്പൊ പോയി എന്ന് പറഞ്ഞത് 25th ഡേ വളർച്ചയുള്ള താടി വെച്ചിട്ട് ഒരു ഷൂട്ട് തൽക്കാലം എൻഡ് ചെയ്ത് പുള്ളി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഈ താടി പോകുന്നു. തിരിച്ചു വരുമ്പോഴേക്കും താടി ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മെഷർമെന്റ് എടുക്കാൻ ഒരു ദിവസം വേണ്ടേ? മെഷർമെന്റ് നമുക്ക് ഓൾമോസ്റ്റ് താടിയുടെ മെഷർമെന്റ് നമുക്ക് അവരുടെ ഫോട്ടോ കിട്ടും. ബാക്കി നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. പക്ഷെ എന്നാലൊരു ഫേസിന്റെ ഷേപ്പ് നമുക്ക് അതിന്റെ സ്റ്റിച്ച് ചെയ്യുന്ന താടി സ്റ്റിച്ച് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഏറെക്കുറെ ഇത് ചെയ്യാൻ പറ്റും, മെഷർമെന്റ് കിട്ടും. പിന്നെ നമുക്ക് ജോ ലൈനൊക്കെ കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ട്. നമ്മളെ ഒരു ഫേസിന്റെ പല ആംഗിൾ ഫോട്ടോസാണ്, നമ്മൾ ടൈറ്റ് ഫോട്ടോസാണ് നമ്മൾ അയച്ചു. അല്ല, ഓൾറെഡി സുരാജ് ഏട്ടന്റെ ആ ഫസ്റ്റ് ലുക്കിൽ തന്നെയുള്ള പുള്ളിയുടെ റിയൽ താടി ഉണ്ടല്ലോ, റിയൽ താടിയുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പിക്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഓൾറെഡി ഇതിനു വേണ്ടി എടുത്തതല്ല, പർപ്പസ്ഫുള്ളി എടുക്കുന്നതല്ല. എടുത്ത പിക്കിൽ നിന്ന് നമ്മൾ അത്തരം പോർഷൻസ് കട്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് നമ്മളത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന താടി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അയച്ചു കൊടുത്ത് പക്ഷെ അവർ തരുന്ന താടി നമുക്ക് അതേ പ്രോപ്പർ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ മെഷർമെന്റിലായിരിക്കില്ല ഒരു താടിയും വരിക. അതിനെ നമ്മൾ ആളുടെ റിയൽ താടിയുടെ മെഷർമെന്റിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ ട്രിം ചെയ്യണം, അതൊരു പ്രോസസ്സ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള കുറേ പണികളുണ്ട്. അത് ഓരോ ഘട്ടം നമുക്കറിയാൻ പറ്റും, കൈവിട്ട് പോകുന്ന പ്രോസസ്സ് അറിയാൻ പറ്റും. അത് നമ്മൾ ഇതിനു മുമ്പും പല സിനിമകളും നമ്മൾ നേരിട്ടിട്ടുള്ളതാണ് ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് സിനിമയിൽ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നും നമ്മളതിനകത്ത് എത്രമാത്രം അല്ലെങ്കിൽ അത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലാണ് നമ്മളത് റിസൾട്ടായിട്ട് മാറുള്ളൂ എന്നറിയാം.
അപ്പം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവും. ഇപ്പോൾ ബ്രോഡാഡി, വില്ലൻ, ഇതിലൊക്കെ ലാൽ സാറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വില്ലനിലെ ലുക്ക് എല്ലാവരും എടുത്തു പറയുന്ന അത്രയും നരച്ച ലാൽ സാർ നമ്മൾ പഴയ സിനിമയിൽ വയസ്സായ കാലം കാണിക്കുമ്പോഴല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കുമായിരുന്നു. ആ കാലത്തെ ലാലേട്ടനെ എത്ര ഭംഗിയിലാണ് കാണിച്ചത്. ആ ലുക്ക് ഒരുപാട് ആളുകൾ എങ്ങനെയാ അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അന്ന് വില്ലന്റെ ലുക്കിലേക്ക് നമ്മൾ അത്രയധികം ഓൾറെഡി ഉണ്ണിസാറും ലാൽ സാറും കൂടി അവരും തന്നെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ലുക്കാണത്. അപ്പോൾ അവിടെ നമുക്ക് അധികം നമ്മുടെ പ്രസൻസ് നരച്ച ലുക്ക് വേണമെന്നുള്ളതും അദ്ദേഹം അതിനുവേണ്ടി റിയൽ നരയുടെ പ്രോസസ്സിലേക്കാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റിയൽ നര വരുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കധികം അതിനകത്ത് റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ടീം ആ സമയത്തുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് അധികം പണി ഉണ്ടായിട്ടില്ല. പൃഥ്വിരാജിന്റെ ആ ഹെയർ സ്റ്റൈല് എങ്ങനെയാണ്? ഹെയർ സ്റ്റൈല് നമ്മൾ അതിനൊരു 2-3 തവണ നമ്മൾ പല പല സൈസുകളിൽ പല എക്സ്റ്റൻഷനാണത്. അത് ഒരു 2-3 സിറ്റിംഗ് ഒക്കെ ഇരുന്നിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. ആക്ഷൻ ഹീറോ ബിജുവില് നിവിൻ പോലീസായി വരുന്ന ആ സമയത്ത് എല്ലാവരും എങ്ങനെ ഒരു പോലീസായിരിക്കും ആലോചിച്ച പോലെ തന്നെയായിരുന്നു ആ ലുക്കും മീശയൊക്കെ ആണെങ്കിലും. അത് ഫൈനൽ ചെയ്യുന്ന എളുപ്പമായിരുന്നു. ആക്ഷൻ ഹീറോ ബിജുവില് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് സുരാജ് ചേട്ടന്റെ ക്യാരക്ടറാണ്. പുള്ളി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്ന സമയത്ത് ഞാൻ ഡയറക്ടർ എബ്രിഡ് ഷൈനും ഉള്ള ഒരു ഡിമാൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റിയലിസ്റ്റിക് സിനിമയായിട്ട് നമുക്ക് കൺസീവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം എല്ലാവർക്കും വിത്തൗട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വരെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വിത്തൗട്ട് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഇത് അപ്പം മെയിൻ പ്രശ്നം എന്താ കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളെല്ലാവരും മേക്കപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യലാണ് ഏറ്റവും പ്രശ്നം. വിത്തൗട്ട് മേക്കപ്പ് ആണെന്ന് പറയുമ്പോൾ അവസാനം പറഞ്ഞു വിത്തൗട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി തുടങ്ങി. വിത്തൗട്ട് മേക്കപ്പിന്റെ ആവശ്യമില്ല, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളെ പണി നമ്മൾ തന്നെ കളയാണോ എന്നുള്ള ഒരു രീതിയിലെത്തി. പക്ഷെ അതിനകത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്, സുരാജ് ഏട്ടൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിവിൻ്റെ ആംഗിളിൽ നിന്നാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സുരാജ് ഏട്ടൻ്റെ പോർഷൻ ഡയലോഗുകളാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സുരാജ് ഏട്ടൻ നേരെ ഫസ്റ്റ് പുള്ളി പോലീസ് സ്റ്റേഷൻ സീനാണ്. അപ്പോൾ നേരെ പുള്ളി കാറിൽ വന്നു, ഇന്നോവയിൽ വന്നിറങ്ങി ഉടനെ പുള്ളി ആ ട്രാവലിൽ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ മുടിയൊക്കെ അങ്ങനെ ഷാബിയായിട്ട് മെസ്സി പോലെ ഒക്കെ ഇതായിട്ടൊക്കെ കിടക്കണം, കെയർലെസ് ആയിട്ടാണ്. കണ്ണിലൊക്കെ നല്ല ചോരയുണ്ട്, റെഡ്നെസ് ഉണ്ട്, ഉറക്കത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ടാണ് പുള്ളി കയറി വരുന്നത്. ആ കയറി വരുമ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ആ മുഖത്തുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിലറിയാം വിത്തൗട്ട് മേക്കപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് സുരേട്ടൻ പറഞ്ഞു റെഡി ആവാന്ന് പറഞ്ഞു. അപ്പോൾ എബ്രിഡ് പറഞ്ഞു നമുക്ക് ഇതുപോലെ എടുത്താലോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, എബ്രിഡിനോട് പറഞ്ഞു എൻ്റെ മനസ്സിലും ഇതാണ്, ഒന്നും ചെയ്യാതെ ഇതാണ് എൻ്റെ മനസ്സിൽ ഇതാണെന്ന് എബ്രിഡും പറഞ്ഞുകൊണ്ട് സുരേട്ടൻ എന്തെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സുരേട്ട മുഖത്ത് ഇപ്പോൾ നമ്മളൊരു മേക്കപ്പിൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ വെറ്റ് ക്ലോത്ത് വെക്കും, ഒന്ന് ഫേസ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെറ്റ് ക്ലോത്തിൽ നമ്മളൊരു കൊളോഡിൻ പോലെ, അതായത് നമ്മൾ ഈ അലർജികളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്കിൻ കെയർ കൊടുക്കും. അപ്പം അതുപോലും ചെയ്യരുത്, വെറ്റ് ക്ലോത്ത് പോലും മുഖത്ത് വെക്കരുത്. ആ ഫീലിലാണ് പുള്ളി നേരെ വന്ന് ചെയറിൽ സീറ്റിലിരുന്നിട്ട് പുള്ളി പെർഫോം ചെയ്തത്. അത് ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഒന്ന് വിത്തൗട്ട് മേക്കപ്പ്, പിന്നെ പുള്ളിയുടെ ആ ഫീലും, പിന്നെ പുള്ളിയുടെ പെർഫോമൻസും. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം സംസാരിക്കാന്ന് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ.